ഹലോ, എന്തിട്ട് പറഞ്ഞാൽ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയല്ലേ? ഇന്ന് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള പൂരമാണ്. പിള്ളേരെ ഞാൻ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല. ഇന്ന് 3 ആൾക്കും അവധിയാണ്. ഞങ്ങൾ ഇതേ പൂരം കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ വീടിൻ്റെ ആ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. ആമി നല്ല ആകാംക്ഷയോടുകൂടി ഇങ്ങനെ അതുമൊക്കെ കയറി നിന്നിട്ട് കമ്പിയുമൊക്കെ കയറി നിന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കി നിൽക്കുന്നുണ്ട്. പിള്ളേർ കുറേ നേരമേ കാത്തു നിൽക്കണു. അങ്ങനെ അവസാനം എത്തി മക്കളെ. നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ എത്തി. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ നല്ല നമ്മൾ സമ്മതിച്ച് കൊടുക്കണം. ഈ മുത്തം വെയിലെന്ന് പറഞ്ഞാൽ അത്രയും വെയിലാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ ഉച്ച സമയത്തൊക്കെ ഇവർ ഈ ഒരു ഇത് കൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ച് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയും ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്ന സന്തോഷത്തിൽ അമ്മ ഒരു പായസം കൂടിയും വെച്ചു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, വയറങ്ങ് നിറഞ്ഞു, കുശാലായി, വയറും മനസ്സും നിറഞ്ഞു എന്ന് പറയാം. എനിക്ക് ഇന്നലത്തെ പൂരമൊക്കെ കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. എണിപ്പിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ്. വേറെ ഒരു പണിയില്ല എന്നൊന്നും വിചാരിക്കണ്ട. രാവിലെ ആയതാണ്, പൊതുവെ എല്ലാ പണികളും ഉണ്ട്. അപ്പൊ രാവിലെ തന്നെ സടപടയാണ് എണീറ്റ് ഞാൻ പോയി ബ്രഷ് ചെയ്തു. എന്തോ അപ്പൊ കൂട്ടേ എഴുതട്ടാ. ബ്രഷ് ചെയ്തു, നേരെ കിച്ചണിലേക്ക് വന്നു. കിച്ചൺ ഡ്യൂട്ടി ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ നേരെ വന്ന് അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് പിള്ളേർക്കുള്ള വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കൂട്ടാൻ പണി ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കൂട്ടാൻ ഞാന് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ അതാണ് ഇപ്പൊ ചെയ്തു തരുന്നത് പരിപാടി. അതിൽ ഉപ്പേരി ഉണ്ടെങ്കിൽ മാത്രമേ വെക്കാനുള്ളൂ. ഉപ്പേരിക്കുള്ളത് ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ അരിഞ്ഞു വെച്ചു. എങ്ങനെയുണ്ട്? അപ്പൊ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം ചിരക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് വേറെ പണിയൊന്നുമില്ല, വെറുതെ തട്ടിക്കൂട്ട് ഉപ്പേരി വെക്കണം. പിള്ളേരെ പഠിക്കാനായിട്ട് ഇരുത്തി. ഇനി ആനുവൽ എക്സാം ആണല്ലോ വരാൻ പോകുന്നത്. അപ്പൊ ടീച്ചറെ ഇന്നും ഡിക്റ്റേഷൻ എടുക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, പിന്നെ മലയാളത്തിലെ ഓരോന്ന്, അങ്ങനെ കുറെ പഠിക്കാനുണ്ട്. 1-ാം ക്ലാസ്സിലായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കാൻ കുറേ ഉണ്ട്. അപ്പൊ അവരിന്ന് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ഒരു പുതിയ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞില്ലേ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ വൈകുന്നേരം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പൊ ഗോവക്കായാണ് ഇന്ന് വെക്കാൻ പോണത്. അതുപോലെ തന്നെ നാളികേരം ഞാൻ ഇത്തിരി ഒന്ന് ചിരകി വെച്ചിട്ടുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അധികം വേണ്ടല്ലോ. ഉണ്ണി അയ്യതെന്തിട്ടുണ്ണി ഇത് എന്തിട്ടുണ്ണിയാ? ഉണ്ണിയുടെ മുടി കണ്ട? മുടി വേണ്ടട്ടാ? വേണ്ട? പൊട്ടച്ചിയാകട്ടെ? അതിൻ്റെ ഇടയിൽ വേഗം പോയി കുളിച്ചു. എന്നിട്ട് വേണം ഉപ്പേരിക്ക് വെക്കാനായിട്ട് വിചാരിച്ചു. കാരണം അവരിപ്പോൾ ഇരുന്ന് എഴുതണുണ്ട്. അവർ ഇടഞ്ഞിരിക്കുന്ന നേരം ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ബാഗോട്ട് പോകും. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്, 3 ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചു.
പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ കഴുകിയിട്ട് അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ കോവക്കായ ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഉപ്പ് എടുത്തു. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ജസ്റ്റ് ഒരു തുള്ളി വെള്ളം ഒന്ന് ഒഴിക്കുന്നത്. അത് ഇന്നലെ കഴുകി വെച്ചേക്കണ കാരണം അതിലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ടാണ് ആവിയിൽ വേവിച്ചത്. സിമ്പിൾ പരിപാടിയാണ്. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ഉപ്പേരി റെഡി. എന്താണാവോ ഇന്ന് ഭയങ്കര വിശപ്പ്, അല്ലെങ്കിൽ പിള്ളേർ പോയതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. രാവിലത്തെയും ഉച്ചയ്ക്കും കൂടിയിട്ട് 11:30 നേരവും കഴിക്കാനായിട്ട്. ഇന്നിപ്പോൾ അവർ പോയിട്ടില്ല. അപ്പോഴത്തേനും ചെറിയൊരു വിശപ്പ്. കോവക്കായ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഉണക്കമീൻ കണ്ടിട്ടായിരിക്കും. ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ കോവക്കായ ഉപ്പേരി എടുത്തിട്ടുണ്ട്. പിന്നെ മീൻ കൂട്ടാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമാന്തൽ വറുത്തെടുത്തിട്ടുണ്ട്. ഉണക്കമാന്തൽ വറുത്തത് ചോറിനാൻ ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ഇഷ്ടം. നല്ല ചൂട് ചോറാണെങ്കിൽ പിന്നെ ഒന്നും പറയും വേണ്ട. ഇനി നമ്മുടെ പിള്ളേരെ കോപ്പറാട്ടി കണ്ടോ. ആമീനെ അംഗനവാടിയെ കൊണ്ടുവന്നാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ ഫോൺ വിളിക്കല്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങായി ഓരോ ഫോൺ കോളുകൾ. കൂട്ടുകാരികൾ വിളിക്കും, ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ വിളിക്കും. അങ്ങനെ തുടങ്ങായി ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ സംസാരിക്കും. പിന്നെ സ്വന്തം അമ്മയുടെ അടുത്തൊക്കെ ആകുമ്പോൾ കുറച്ച് പൊതി ഇറക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പൊതിയൊക്കെ ഇറക്കിയിരിക്കും വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിള്ളേർ 3 പേരും സ്കൂളിൽ പോയി. ഇപ്പൊ സമയം 11:30. അപ്പൊ എനിക്ക് ഈ നേരത്ത് ചായ കുടിക്കാൻ ഒരു മോഹം. അപ്പൊ രാവിലെ വെച്ച ചായ ബാക്കി ഇരിക്കുന്നുണ്ട്, കട്ടൻ ചായ. അപ്പൊ അത് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ എന്താ പറയാ, അവലോസ് പൊടി അല്ല, അവലോസ് പൊടിയാണിത്. അപ്പൊ അത് പിന്നെ കുറച്ച് നാളികേരം ചിരകിയത്, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കും. ഹലോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം സമാധാനമായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കട്ടെ. അവലോസ് പൊടി നനച്ചത് പണ്ടൊക്കെ എന്തോരം ഇഷ്ടമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല സത്യം പറയാമല്ലോ. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പം എന്ത് കിട്ടിയാലും ഞാൻ തിന്നും. അന്നൊന്നും ഞാൻ തിന്നില്ലായിരുന്നു. ഇപ്പം എന്ത് കിട്ടിയാലും എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.